If Mendelssohn and Stahl's experiment continued for 4 generations in bacteria, then what would be the ratio of N15 and 15, N15 and 14, N14 and 14 containing DNA? എന്നൊരു ചോദ്യം NCERTയുടെ എക്സാംപ്ലറിൽ കിടപ്പുണ്ട്. എങ്ങനെയാണ് ഇതിന് ആൻസർ കണ്ടുപിടിക്കുന്നത്? ഹായ്, വെൽക്കം ടു സ്മാർട്ട് ഫോക്കസ്. ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് +2 ജെനറ്റിക്സിലെ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിലെ മെൻഡൽസൺ ആൻഡ് സ്റ്റാൾസ് എക്സ്പെരിമെന്റ് ആണ്. മെൻഡൽസൺ ആൻഡ് സ്റ്റാൾസ് എക്സ്പെരിമെന്റ് ആണ്. മെൻഡൽസൺ ആൻഡ് സ്റ്റാൾസ് എക്സ്പെരിമെന്റ് ആണ്. വീണ്ടും നിങ്ങളുടെ സജഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ കാരണം. അപ്പൊ മെൻഡൽസൺ ആൻഡ് സ്റ്റാൾസ് എക്സ്പെരിമെന്റ്, DNA replicates സെമി കൺസർവേറ്റീവ്ലി എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ആരാണ്? ദാറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ അല്ലെങ്കിൽ സജസ്റ്റഡ് ബൈ. DNA replicates in സെമി കൺസർവേറ്റീവ് മാനർ എന്ന് സജസ്റ്റ് ചെയ്തത് ആരാണ്? മെൻഡൽസൺ ആൻഡ് സ്റ്റാൾ അല്ല. ആരാണ്? വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്, അല്ലെ? അപ്പൊ ദാറ്റ് വാസ് സജസ്റ്റഡ് ബൈ വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. ബട്ട് ഇറ്റ് വാസ് എക്സ്പെരിമെന്റലി വെരിഫൈഡ് ബൈ ആരാണ്? മെൻഡൽസൺ ആൻഡ് സ്റ്റാൾ ആണ്. ആൻഡ് ദാറ്റ് വാസ് ഇൻ ദി ഇയർ 1958 by conducting experiment in ഏതിലാണ്? ബാക്ടീരിയ ഈക്കോളൈ ബാക്ടീരിയയിലാണ് മെൻഡൽസൺ ആൻഡ് സ്റ്റാൾ ഏത് പ്രൂവ് ചെയ്യുന്നത്? DNA replicates സെമി കൺസർവേറ്റീവ്ലി. സെമി കൺസർവേറ്റീവ് മെക്കാനിസം ഓഫ് DNA replication ആദ്യമായിട്ട് പ്രൂവ് ചെയ്യുന്നത് ഒരു ബാക്ടീരിയയിലാണ്, അത് ഈക്കോളയിലാണ്, ബൈ മെൻഡൽസൺ ആൻഡ് സ്റ്റാൾ. അപ്പൊ അവരുടെ എക്സ്പെരിമെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് ക്ലിയർ ആണ്, അല്ലെ? പിന്നെ ഈ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചത് ഏതാണ്? നൈട്രജന്റെ 2 ഐസോടോപ്സ് ആണ്. ഏതൊക്കെയാണ്? N14 അതേപോലെ N15. ഈ 2 ഐസോടോപ്സ് ആണ് ഉപയോഗിച്ചത്. ഈ 2 ഐസോടോപ്പും നൈട്രജന്റെ 2 ഐസോടോപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? N14 എന്ന് പറയുന്നത് ഡെൻസിറ്റി കുറവാണ്, നമ്മൾ ലൈറ്റ് എന്ന് പറയാം, എന്ന് വെച്ചാൽ ലൈറ്റർ ഡെൻസിറ്റി. ഇത് ഹെവി എന്ന് പറയാം, N15 ഹെവി ഐസോടോപ്പ് എന്ന് പറയാം. എന്ന് വെച്ചാൽ ദിസ് ഈസ് ലെസ് ഡെൻസർ, ഡെൻസിറ്റി കുറഞ്ഞ ഏതാണ്? ഐസോടോപ്പ് ആണ്. ഇത് മോർ ഡെൻസർ എന്ന് പറയാം, കൂടുതൽ ഡെൻസിറ്റി ഉള്ള ഐസോടോപ്പ് ആണ്. അതുകൊണ്ടാണ് ലൈറ്റ് ഐസോടോപ്പ് ഹെവി ഐസോടോപ്പ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഡെൻസിറ്റി ഡിഫറൻസ് ഉള്ള 2 ഐസോടോപ്പ്, നൈട്രജന്റെ 2 ഐസോടോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓർക്കണം, എന്താണ്? റേഡിയോ ആക്ടിവിറ്റി ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, N14 N15 ദേ ഡിഫർ ഇൻ ദി ഡെൻസിറ്റി. ഇനി ഈ ഡെൻസിറ്റി ഡിഫറൻസ് ഉള്ള ഐസോടോപ്പ്, നൈട്രജന്റെ ഐസോടോപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് DNA സെപ്പറേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് DNA സെമി കൺസർവേറ്റീവ്ലി ആണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് പ്രൂവ് ചെയ്യുന്നത്? ഇവിടെ നമുക്കറിയാം, നൈട്രോജനസ് ബേസ് എവിടെയുണ്ട്? DNAയിലുണ്ട്, അല്ലെ? നൈട്രോജനസ് ബേസ് പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ്, അപ്പോഴാണ് ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യുന്നത്. ന്യൂക്ലിയോടൈഡിന്റെ പോളിമർ ആണ് ന്യൂക്ലിക് ആസിഡ് ആയിട്ടുള്ള DNA. നമുക്കറിയാവുന്ന കാര്യമല്ലേ? അതെ. അപ്പോൾ സപ്പോസ് 3 പോസിബിലിറ്റി ആണുള്ളത്. നോക്കൂ, DNA 2 സ്ട്രാൻഡ്സ് ഓഫ് DNA ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇതില് ഈ സ്ട്രാൻഡില് N15, അടുത്ത സ്ട്രാൻഡിലുള്ള നൈട്രജനും N15, പോസിബിലിറ്റി 1. അടുത്ത പോസിബിലിറ്റി 2 സ്ട്രാൻഡിലും N14, 2 സ്ട്രാൻഡിലുള്ള നൈട്രജൻ N14. മൂന്നാമതൊരു പോസിബിലിറ്റി ഏതാണെന്ന് അറിയാമോ? ഒരു സ്ട്രാൻഡില് N14 അടുത്ത സ്ട്രാൻഡിലുള്ള നൈട്രജൻ N15. ഓക്കെ, സോ ഇങ്ങനെ 3 പോസിബിലിറ്റി ആണ് ഉള്ളത് നമ്മുടെ നൈട്രജന്റെ 2 ഐസോടോപ്സ് ഉപയോഗിക്കുമ്പോൾ. ഈ 3 പോസിബിലിറ്റി, അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 3 DNAയുടെയും ഡെൻസിറ്റിയിൽ ഡിഫറൻസ് വരില്ലേ? ഉറപ്പല്ലേ? അപ്പോ കാരണം ഡെൻസിറ്റി ഡിഫറൻസ് ഉള്ള നൈട്രജൻ ആണ് അതിനകത്ത് ഉള്ളത്, കോൺസ്റ്റിറ്റ്യൂവന്റ് ആയിട്ടുള്ളത്, അല്ലെ?
അപ്പൊ ഈ ഡെൻസിറ്റി അനുസരിച്ച് ഇതിനെ എങ്ങനെ DNA എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? അതിനു വേണ്ടിയാണ് ഏത് ടെക്നിക്ക് ഉപയോഗിക്കുന്നത്? ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ. ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ സിഷിയം ക്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയന്റ്, സിഷിയം ക്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ. സെൻട്രിഫ്യൂഗേഷൻ നമുക്ക് പറയാം, സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. സെൻട്രിഫ്യൂജ് ഹൈ സ്പീഡ് എന്താണ് റൊട്ടേഷൻ ആണ് അല്ലെ. അപ്പൊ അതില് അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, സെൻട്രിഫ്യൂജിനകത്ത് അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഏറ്റവും ഡെൻസിറ്റി കൂടിയ പാർട്ടിക്കിൾ ദാറ്റ് വിൽ ബി ഫൗണ്ട് അറ്റ് ദി ബോട്ടം ഇൻ ദി സെഡിമെന്റ് അല്ലെ. ഇപ്പൊ സെൻട്രിഫ്യൂജ് അല്ലെ ട്യൂബിനകത്ത് ഏറ്റവും ബോട്ടം സെഡിമെന്റിലാണ് കാണുക എന്ന് പറയുമ്പോൾ N15 ഇതിൽ ഏറ്റവും ഡെൻസിറ്റി കൂടിയത് ദിസ് വിൽ ബി എന്താണ് ഫൗണ്ട് അറ്റ് ദി ബോട്ടം. സെൻട്രിഫ്യൂഗേഷനില നമുക്ക് സെഡിമെന്റിലെ ബോട്ടം അല്ലെ ഏത് കാണാം? N15 അല്ലെങ്കിൽ ഏറ്റവും ഡെൻസിറ്റി കൂടിയ DNA എന്ന് പറയാം. ഏറ്റവും ഡെൻസിറ്റി കുറവേതായിരിക്കും? N14 ആയിരിക്കും. കാരണം അതിൽ രണ്ടിലും ലൈറ്റ് എന്താണ് നൈട്രജൻ ആണുള്ളത്, ശരിയല്ലേ? ഡെൻസിറ്റി കുറഞ്ഞ നൈട്രജൻ ആണുള്ളത്. സോ ഇറ്റ് വിൽ ബി ഫൗണ്ട് അറ്റ് ദി ടോപ്പ് അല്ലെ. ദിസ് വിൽ ബി ഫൗണ്ട് അറ്റ് ദി ടോപ്പ്. സൂപ്പർനൈറ്റന്റിൽ ടോപ്പിൽ കാണാം, കാരണം അതിന് ഡെൻസിറ്റി വളരെ കുറവാണ്. അപ്പൊ ഡെൻസിറ്റി രണ്ട് എക്സ്ട്രീമിലുള്ളതും ആയില്ലേ. ഡെൻസിറ്റി ഏറ്റവും കൂടിയ DNA എന്ന് പറയുന്നത് DNAയുടെ രണ്ട് സ്ട്രാൻഡിലും N15 നൈട്രജൻ വരുന്നതാണ്. നൈട്രജൻ സ്പേസിലുള്ള നൈട്രജൻ N15 ആണ്. അപ്പൊ that will be found at the bottom in the sediment. രണ്ട് സ്ട്രാൻഡിലുള്ള നൈട്രജൻ N14 ആണെങ്കിൽ അതിന് ഡെൻസിറ്റി കുറവായിരിക്കും. That will be found at the top in the supernatant. ഇനി what about this one? ഒരു സ്ട്രാൻഡില് N14 അടുത്ത സ്ട്രാൻഡിൽ N15 ആണുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് അതിനെ ഒരു ഹൈബ്രിഡ് എന്ന് വിളിക്കാം. ഹൈബ്രിഡ് അല്ലേ N14 N15 ഉള്ളത്. സോ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലായിരിക്കില്ലേ ഡെൻസിറ്റി, മീഡിയം ഡെൻസിറ്റി ആയിരിക്കില്ലേ. സോ നമുക്ക് ഇവിടെ എന്ന് പറയാം മിഡിൽ അല്ലേ, അറ്റ് ദി മിഡിൽ, കാരണം ഇന്റർമീഡിയറ്റ് ഡെൻസിറ്റി ആയിരിക്കും. സോ ഇത് കത്തിയോ? ഇതാണ് the technique used for the separation of DNA based on density. For which experiment? Michelson-Stolz experiment. അപ്പോൾ ഏതാണ് ടെക്നിക്ക്? സിഷിയം ക്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ ആണ്. ഇതനുസരിച്ച് N15 will be found at the bottom, N14 DNA will be found at the top, N15 DNA will be found at the middle. ഇനി നമുക്ക് Michelson-Stolz എക്സ്പെരിമെന്റ് അതിലെ സ്റ്റെപ്പ് 1, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ബാക്ടീരിയ E. coli was grown in a medium containing N15 for several generations. അല്ലെ. സോ കുറെ ജനറേഷൻസ് അതിനെ എവിടെ വളർത്തുകയാണ്? N15 കണ്ടെയ്നിങ് മീഡിയയിൽ വളർത്തുകയാണ്. ഓക്കെ, N15 പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയയിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? അമോണിയം ക്ലോറൈഡ് ആണ്, NH4Cl ആണ്, അതിൽ നൈട്രജൻ N15 ആണ്. ഓക്കെ, സോ E. coli was grown in a medium containing NH4Cl where the N is N15 for several generations. അത് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യുന്നത്? This E. coli, this bacteria എന്ന് പറഞ്ഞാൽ E. coli bacteria which was grown in N15 containing medium for several generations. So that both the strands of its DNA will have N15 in it. അല്ലേ? അതിനെ നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്? It was then transferred to a medium containing N14 provide ചെയ്യുന്നത് again അമോണിയം ക്ലോറൈഡ് തന്നെയാണ്, NH4Cl തന്നെയാണ്, where the N is nitrogen is N14. Okay, then samples were taken at regular intervals. Okay, regular intervals എന്ന് പറഞ്ഞാൽ for every 20 minutes after the transfer. For every 20 minutes after the transfer. Okay, എന്ന് വെച്ചാൽ
നമ്മൾ ആദ്യം എന്ത് ചെയ്തു? N15 കണ്ടെയ്നിങ് മീഡിയയിൽ വളർത്തി, അല്ലെ, ഫോർ സെവറൽ ജനറേഷൻ. അത് കഴിഞ്ഞിട്ട് ആ ബാക്ടീരിയയെ N14 കണ്ടെയ്നിങ് മീഡിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് കഴിഞ്ഞ് ഓരോ 20 മിനിറ്റ് കഴിയുമ്പോഴും നമ്മൾ സാമ്പിൾ എടുത്ത് നോക്കുകയാണ്, ചെക്ക് ചെയ്യുകയാണ്. 20 മിനിറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? യെസ്, 20 മിനിറ്റ് is the generation time of E. coli under ideal conditions. അപ്പോ E. coli ബാക്ടീരിയയുടെ ജനറേഷൻ ടൈം ആണ് ഏത്? 20 മിനിറ്റ്സ്. അപ്പൊ 20 മിനിറ്റ്സിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇറ്റ് ഈസ് ദി ജനറേഷൻ ടൈം. ജനറേഷൻ ടൈം എന്നുവെച്ചാൽ ഓരോ 20 മിനിറ്റ് കഴിയുമ്പോൾ ഓരോ ജനറേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും, അല്ലെ, ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും, ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. Okay, generation time of E. coli under ideal conditions. അല്ലെ, എല്ലാ കണ്ടീഷൻസും ഐഡിയൽ ആണ്. ഒപ്റ്റിമം ടെമ്പറേച്ചർ, ഒപ്റ്റിമം pH, ഒപ്റ്റിമം ന്യൂട്രിയന്റ് അവൈലബിലിറ്റി എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഐഡിയൽ കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓരോ 20 മിനിറ്റ്സിലും E. coli മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ജനറേഷൻ ടൈം. അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ റിസൾട്ട് നോക്കാം. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം, അല്ലെ, ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതിന് N15 കണ്ടെയ്നിങ് മീഡിയയിൽ വളർത്തിയ E. coli ബാക്ടീരിയയെ N14 കണ്ടെയ്നിങ് മീഡിയയിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ഓരോ 20 മിനിറ്റ് കഴിയുമ്പോൾ സാമ്പിൾ എടുക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും അതിന്റെ റിസൾട്ട്? അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ആദ്യം തുടക്കത്തിലുള്ളത് E. coli എന്ന് പറയുന്നത് 2 സ്ട്രാൻഡിലും N15 ഉള്ള DNA ഉള്ള E. coli ആണ്. ശരിയല്ലേ? DNAയുടെ 2 സ്ട്രാൻഡിലും N15 ആണ്. ബിക്കോസ് ഇറ്റ് വാസ് ഗ്രോൺ ഇൻ N15 കണ്ടെയ്നിങ് മീഡിയ ഫോർ സെവറൽ ജനറേഷൻസ്. 20 minutes after the transfer. 20 minutes after the transfer. ഓക്കെ, എന്തായിരിക്കും സംഭവിക്കുക? ഈ DNA റെപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ DNAയുടെ 2 സ്ട്രാൻഡ് എന്ത് ചെയ്യുകയാണ്? സെപ്പറേറ്റ്, അൺവൈൻഡ് ചെയ്തിട്ട് they act as template for the synthesis of new DNA, അല്ലേ? യെസ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ N15 സെപ്പറേറ്റ് ചെയ്യുന്നു, ഇതും ഇവിടെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അപ്പൊ ഇത് N15 ആണ്. N15 ആണ്. ഇനി രണ്ടിലും പുതിയതായിട്ട് ആഡ് ചെയ്യുന്നത് ഏതായിരിക്കും? The only nitrogen source available now ഏതാണ്? in the new medium ഏതാണ്? N14 ആണ്. സോ പുതിയതായിട്ട് സിന്തസൈസ് ചെയ്യുന്ന സ്ട്രാൻഡില് N14 ആയിരിക്കും ഉണ്ടാവുക. സോ ഞാൻ N14 ഇങ്ങനെ തിരിച്ചറിയാൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ വേറെ കളർ ചോക്ക് ഇല്ല, അതുകൊണ്ട് ഞാൻ ഫ്രാഗ്മെന്റ് ആയിട്ട് വരയ്ക്കുകയാണ് കേട്ടോ. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഇറ്റ് ഈസ് ഫ്രാഗ്മെന്റഡ് സ്ട്രാൻഡ്, അങ്ങനെ മീനിങ് ഒന്നും ഇല്ല, തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. Okay, അല്ലേ? ഇപ്പൊ റിസൾട്ട് ആഫ്റ്റർ 20 മിനിറ്റ്സ് ആഫ്റ്റർ ദ ട്രാൻസ്ഫർ N15 ഒരു സ്ട്രാൻഡ് ഉണ്ട്, അതോടൊപ്പം N14 പുതിയ സ്ട്രാൻഡ്. അപ്പൊ എന്താ റിസൾട്ട്? 2 DNA ഉണ്ടാവുന്നുണ്ട്. 2 DNA എന്താണ്? ഹൈബ്രിഡ് ആണ്. അപ്പൊ 100% ഹൈബ്രിഡ് DNA, അല്ലെ? മീഡിയം ഡെൻസിറ്റി കാണിക്കുന്ന, ഇന്റർമീഡിയറ്റ് ഡെൻസിറ്റി കാണിക്കുന്ന ഹൈബ്രിഡ് DNA ആണ് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ട്രാൻസ്ഫർ ചെയ്ത് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്ത സാമ്പിൾ എടുത്താൽ കിട്ടുക. Then what would be the result after 40 minutes after the transfer? 20 minutes ആണ്, then 40 minutes. 40 minutes after transfer. ഇവിടെ 2 DNA ഉണ്ട്, അല്ലെ? ഇത് 4 DNA ആയിട്ട് മാറും. സോ ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്യും. ഈ DNA സെപ്പറേറ്റ് ചെയ്യും, അൺവൈൻഡ് ചെയ്യും, ഇതും അൺവൈൻഡ് ചെയ്യും. അപ്പൊ 4 ടെംപ്ലേറ്റ് വരയ്ക്കാമല്ലോ നമുക്ക്. യെസ്, template 1, then template 2, template 3, then template 4. ഓക്കെ, 4 ടെംപ്ലേറ്റ് ഞാൻ വരച്ചു. അപ്പൊ ടെംപ്ലേറ്റിൽ നിങ്ങൾക്ക് ക്ലിയർ ആണ്, ഇത് ഏതാണ്? N15 ആണ്, ഇത് N14 ആണ്, ഇത് N15 ആണ്, ഇത് N14 ആണ്, ആണല്ലോ? യെസ്. ഇനി എല്ലാ എന്താണ് ടെംപ്ലേറ്റിലും പുതിയതായിട്ട് സിന്തസൈസ് ചെയ്യുന്ന സ്ട്രാൻഡ് ഇതിനോടൊപ്പം ഉള്ളത് ഏതായിരിക്കും? N14 ആയിരിക്കും, അല്ലെ? സോ ഇവിടെ നമുക്ക് പുതിയതായിട്ട് സിന്തസൈസ് ചെയ്യുന്നത് N14 ആണ്. ഇവിടെയും പുതിയതായിട്ട് സിന്തസൈസ് ചെയ്യുന്നത് N14 തന്നെയാണ്. ഇവിടെയും പുതിയതായിട്ട് സിന്തസൈസ് ചെയ്യുന്നത് N14, ഇവിടെയും പുതിയതായിട്ട് സിന്തസൈസ് ചെയ്യുന്നത് N14. അപ്പൊ നോക്കൂ, 1 2 3 4 4 DNA ഉണ്ട്, അല്ലേ? അപ്പൊ അതിനകത്ത് നോക്കൂ, N14 മാത്രമേ ഉള്ളൂ, ഇതിലും N14 മാത്രമേ ഉള്ളൂ, അല്ലെ? 1 2 രണ്ടെണ്ണം ലൈറ്റ് ആണ്, ഡെൻസിറ്റി കുറഞ്ഞതാണ്.
അല്ലെ? ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷനിൽ വിൽ ബി ഫൗണ്ട് അറ്റ് ദി ടോപ്പ്, റൈറ്റ്? ഇനി നോക്കൂ, ഇത് രണ്ടെണ്ണോ ഹൈബ്രിഡ് ആണ്. സോ ആഫ്റ്റർ 40 minutes after the transfer, റിസൾട്ട് എന്താണ്? ഔട്ട് ഓഫ് 4, 2 hybrid DNA and 2 light DNA. ഓക്കെ, അപ്പൊ 20 minutes after the transfer 100% ഹൈബ്രിഡ് DNA ആവുന്നു. 40 minutes after the transfer എടുക്കുമ്പോഴത്തേക്ക് 2 hybrid DNA ഉണ്ട്, then 2 light DNA വന്നു. 40 minutes കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ട് ആണ് നമ്മൾ ഇപ്പോൾ കണ്ടു, അല്ലെ? 4 DNA-യില് 2 DNA ലൈറ്റ് DNA ആയിരിക്കും, 2 ഹൈബ്രിഡ് ആയിരിക്കും, അല്ലെ? 1, 2 ഹൈബ്രിഡ്, 1, 2 ലൈറ്റ് DNA. ഇനി 60 minutes after the transfer, what would be the result? അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 60 minutes after the transfer അതാണ് നമ്മൾ നോക്കുന്നത്. സോ ഈ 4 DNA ഉണ്ടല്ലോ, ഇതിന്റെ എല്ലാം അല്ലെ ഇതെല്ലാം അൺവൈൻഡ് ചെയ്യും. സോ ടെംപ്ലേറ്റ് നമുക്ക് ആദ്യം അവിടെ വരയ്ക്കാം, എല്ലാ ടെംപ്ലേറ്റും വരയ്ക്കാം. അപ്പൊ എത്ര ടെംപ്ലേറ്റ് വരും? 8 ടെംപ്ലേറ്റ് വരും, അല്ലെ? സോ ആദ്യത്തെ ടെംപ്ലേറ്റ് ഞാൻ ഇതാ ഇവിടെ വരയ്ക്കുകയാണേ. ടെംപ്ലേറ്റ് 1, then ടെംപ്ലേറ്റ് 2, then template 3, template 4, then template 5, template 6, template 7, template 8. 8 template ഞാൻ വരച്ചു. ഓക്കെ, 8 ടെംപ്ലേറ്റ് വരച്ചു. ഇനി എല്ലാ ടെംപ്ലേറ്റിലും പുതിയതായിട്ട് സിന്തസൈസ് ചെയ്യുന്നത്, എല്ലാ DNA-യിലും പുതിയ സ്ട്രാൻഡ് എന്ന് പറയുന്നത്, ഡോട്ടർ സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഏതാണ്? N14 മാത്രമാണ്, അല്ലെ? അപ്പൊ ഇവിടെ N14, ഇവിടെ N14, ഇവിടെ N14, ഇവിടെ N14, ഇവിടെ N14, ഇവിടെ N14, അല്ലെ? ഇവിടെയും N14, ഇവിടെയും N14. അപ്പൊ നോക്കൂ എത്ര DNA ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, അല്ലെ? ഈ 8 എണ്ണത്തില് നോക്കൂ എങ്ങനെയുണ്ട് പ്രൊപ്പോർഷൻ? 1 and 2 ഏതാണ്? ഹൈബ്രിഡ് DNA ആണ്, അല്ലെ? ഇത് രണ്ടും ഹൈബ്രിഡ് DNA ആണ്. ബാക്കി 6 എണ്ണവും ഏതാണ്? ലൈറ്റ് DNA ആണ്, ശരിയല്ലേ? സോ 2 ഹൈബ്രിഡ് and 6 ഏതാണ്? ലൈറ്റ് DNA. This would be the result after 60 minutes after the transfer. നോക്കൂ, after 20 minutes after the transfer എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇത് വളരുന്നത് ഈക്വളി വളരുന്നത് ഇപ്പൊ ഏത് മീഡിയയിലാണ്? N14 മാത്രമുള്ള മീഡിയയിലാണ്, N15 കൊടുത്തിട്ടില്ല. അപ്പൊ ആഫ്റ്റർ 20 minutes after the transfer എന്ന് പറയുമ്പോൾ 20 minutes അത് വളർന്നിരിക്കുന്ന എവിടെയാ? N15 ഇല്ല, N14 മാത്രമുള്ള മീഡിയയിലാണ്. എന്നിട്ടും 20 minutes after transfer ഏതാ നമ്മൾ കിട്ടുന്നത്? 100% ഹൈബ്രിഡ് DNA ആണ്, അല്ലേ? അത് കഴിഞ്ഞ് ആഫ്റ്റർ 40 minutes after transfer നമുക്ക് 4 DNA കിട്ടി, പക്ഷെ 2 ഹൈബ്രിഡ് ആണ്, 2 എണ്ണം ലൈറ്റ് DNA ആണ്. 2 ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ N15 സ്ട്രാൻഡ് അവിടെ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? അവിടെ കൺസർവ് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? ഇനി 60 minutes 8 DNA കിട്ടി. 8 എണ്ണത്തിൽ 6 എണ്ണം ലൈറ്റ് DNA ആണ്, ഓക്കെ. പക്ഷെ 2 എണ്ണത്തില് ഏതാണ്? 2 എണ്ണം ഹൈബ്രിഡ് ആണ് എന്ന് പറയുമ്പോൾ N15 അല്ലെ? ആ സ്ട്രാൻഡ് അവിടെ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്, അത് കൺസർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്ന് ഈ ഒരു എക്സ്പെരിമെന്റ് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണ്? അതാണ് മെസ്സൽസൺ ആൻഡ് സ്റ്റാൾസ് എക്സ്പെരിമെന്റിന്റെ കൺക്ലൂഷൻ. എന്താണ്? കഴിഞ്ഞ കുറെ ജനറേഷൻ ആയിട്ട് ഏതില്ല? N15 മീഡിയയിൽ അവൈലബിൾ അല്ല, എന്നിട്ടും ചില സ്ട്രാൻഡില് N15 റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് സെമി കൺസർവേറ്റീവ് എന്ന് പറയുന്നത്. ഹാഫ് കൺസർവ്ഡ് ആണ്, അല്ലെ? ഒരു DNA-യിൽ നിന്ന് പുതിയതായിട്ട് ഒരു DNA ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു DNA പുതിയതായിട്ട് അതിൽ നിന്ന് 2 DNA ഉണ്ടാവും, അല്ലെ? 2 സ്ട്രാൻഡ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് പുതിയതായിട്ട് ഓരോ സ്ട്രാൻഡ് ആഡ് ചെയ്യും എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് ഉണ്ടാവുന്ന DNA-യുടെ 2 സ്ട്രാൻഡില് ഒന്ന് പാരന്റൽ ആണ്, ഒന്ന് മാത്രമാണ് പുതിയതായിട്ട് സിന്തസൈസ് ചെയ്യുന്നത്. അപ്പൊ ഹാഫ് കൺസർവ്ഡ് ആണ്, സെമി കൺസർവേഷൻ, അല്ലെ? അതാണ് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇഫ് മെസ്സൽസൺ ആൻഡ് സ്റ്റാൾസ് എക്സ്പെരിമെന്റ് continued for 4 generations in bacteria, then what would be the ratio of N15 N15, N15 N14,
N14 containing DNA എന്നൊരു ചോദ്യം NCERTയുടെ എക്സാംപ്ലറിൽ കിടപ്പുണ്ട്. എങ്ങനെയാണ് ഇതിന് ആൻസർ കണ്ടുപിടിക്കുന്നത്? സോ 3 ജനറേഷൻ വരെ നമ്മൾ കണ്ടു അല്ലെ. സോ നോക്കൂ, ആദ്യം ഏതാണ് 20 മിനിറ്റ്സ് അല്ലെ, 20 മിനിറ്റ്സ് ജനറേഷൻ, ഫസ്റ്റ് ജനറേഷൻ. ദെൻ 40 മിനിറ്റ്സ് ഏതാണ് സെക്കൻഡ് ജനറേഷൻ. ദെൻ 60 മിനിറ്റ്സ് തേർഡ് ജനറേഷൻ. അപ്പൊ നമുക്ക് വേണ്ടത് ഫോർത്ത് ആണ്. ഫോർത്ത് എന്ന് പറയുമ്പോൾ 80 മിനിറ്റ്സ് ആണ്. ശരിയല്ലേ? 20 മിനിറ്റ്സ് കഴിയുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? 20 മിനിറ്റ്സ് കഴിയുമ്പോൾ ഏത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഹൈബ്രിഡ് DNA മാത്രം അല്ലെ. സോ ഓൺലി ഹൈബ്രിഡ് DNA, റൈറ്റ്? ഓൺലി ഹൈബ്രിഡ് DNA മാത്രമായിരുന്നു. 100% അതായിരുന്നു അല്ലെ. ഇനി 40 മിനിറ്റ്സ് കഴിയുമ്പോഴോ 4 DNA-യില് 2 DNA ഏതാണ് ഹൈബ്രിഡ്, 2 ലൈറ്റ് അല്ലെ. സോ 2 ഹൈബ്രിഡ് 2 ലൈറ്റ്. 60 മിനിറ്റ് കഴിയുമ്പോൾ മൂന്നാമത്തെ ജനറേഷനിലേക്ക് വരുമ്പോഴത്തേക്കോ നമുക്ക് 8 DNA ഉണ്ട് അല്ലെ. 8 DNA-യില് ഹൈബ്രിഡ് എത്ര തന്നെയാണ്? 2 ഹൈബ്രിഡ് 6 ലൈറ്റ് അല്ലെ. എടാ അങ്ങനെയാണെങ്കിൽ എഴുതി നോക്കേണ്ട കാര്യമില്ല. 80 മിനിറ്റ് കഴിയുമ്പോൾ എത്ര DNA ഉണ്ടാവും? ഇവിടെ എത്രയാണ്? 8 DNA ഉണ്ട് അല്ലെ. അപ്പൊ 8 DNA എന്ന് പറയുമ്പോൾ 80 മിനിറ്റ് കഴിയുമ്പോൾ എത്ര ടെംപ്ലേറ്റ് ഉണ്ടാവും? ആലോചിച്ച് നോക്കിയേ. ഒരു DNA-യിൽ 2 സ്ട്രാൻഡ് ആണ്. ഒരു DNA-യുടെ 2 സ്ട്രാൻഡ് ടെംപ്ലേറ്റ് ഉണ്ടാക്ട് ചെയ്യില്ലേ? അപ്പൊ 80 മിനിറ്റ് കഴിയുമ്പോൾ എത്ര ടെംപ്ലേറ്റ് വരും? 16 ടെംപ്ലേറ്റ് വരും. ശരിയല്ലേ? അപ്പൊ 16 DNA ഉണ്ടാവും. സോ ആ 16 DNA-യില് ഹൈബ്രിഡ് എത്ര തന്നെ ഉണ്ടാവുള്ളൂ? 2 ഹൈബ്രിഡ് തന്നെ ഉണ്ടാവുള്ളൂ. കാരണം 2 ടെംപ്ലേറ്റ് മാത്രമേ ഏത് കൊടുക്കാനുള്ളൂ? N15 കൊടുക്കാനുള്ളൂ. സോ 2 ഏതാണ് ഹൈബ്രിഡ്. പിന്നെയോ 14 ലൈറ്റ് അല്ലെ. ഇതായിരിക്കും റിസൾട്ട് ആഫ്റ്റർ 80 മിനിറ്റ്സ് അല്ലെങ്കിൽ ഫോർത്ത് ജനറേഷനില്. 16 DNA ടോട്ടല്, അതിൽ 2 ഹൈബ്രിഡ് DNA, 14 എണ്ണവും ലൈറ്റ് DNA അല്ലെ. ഇതാണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് ഇതിന് റേഷ്യോ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് റേഷ്യോ കൊടുക്കുക? N15 ഉണ്ടാവില്ല, 0 ആണ് അല്ലെ. യെസ്, ലാസ്റ്റ് ഓപ്ഷൻ നോക്കൂ, 0. Then N15 N14 എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ 2:14 എന്നുള്ളത് 1:7. ഓക്കെ അല്ലേ? 2:14 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 1:7 എടുക്കാം. അപ്പൊ ആൻസർ കിട്ടി. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. 0:1:7 ആണ്. N15 ഉണ്ടാവില്ല. N14 2 എണ്ണം ഉണ്ടാവും. N14 14 എണ്ണം ഉണ്ടാവും. സോ 2:14 എന്നുള്ളത് നമ്മൾ 1:7 റേഷ്യോയിലോട്ട് എടുക്കുന്നു. അപ്പൊ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 0:1:7. ഓക്കെ, അപ്പോ ക്ലിയർ ആയോ? ക്രിസ്റ്റൽ ക്ലിയർ ആയോ? മെസൽസ് സ്റ്റാർസ് എക്സ്പെരിമെന്റ്. അപ്പൊ മെസൽസ് സ്റ്റാർസ് എക്സ്പെരിമെന്റ് എന്താണ് അല്ലെ? അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു NCERTയുടെ തന്നെ എക്സാംപ്ലർ ക്വസ്റ്റ്യനും ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മാക്സിമം കൂട്ടുകാരിലേക്ക് ഇത് എത്തിക്കുക. അവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ വാച്ച് ചെയ്യാനും പറയുക. എല്ലാവിധ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.